മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ദിൽഷ ഷെറിനാണ് മരിച്ചത്. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. സമീർ, എന്താണ് വിവരം? ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുന്ന ദിൽഷ ഷെറിൻ എന്ന് പറയുന്ന 15 വയസ്സുകാരി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരിക്കുന്നത്. വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 28-ാം തീയതിയാണ് ഈ കുട്ടി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. പിന്നാലെ കുട്ടിയെ മറ്റു ബുദ്ധിമുട്ടില്ലാത്തതിനെ തുടർന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇന്നലെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചികിത്സ കഴിഞ്ഞ് വീണ്ടും മടങ്ങുകയും ചെയ്തു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് കുട്ടി ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഉടൻ തന്നെ രാവിലെയോട് കൂടി തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ വള്ളിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമാണ്. വള്ളിക്കുന്ന്, തേഞ്ഞിപ്പല, മൂന്നിയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായി തന്നെ തുടരുന്നത്. ഏതാണ്ട് 500ഓളം ആളുകൾക്കാണ് നിലവിൽ ഈ മേഖലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുന്നേ ഈ ഭാഗത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു വിവാഹ സൽക്കാരം നടന്നിരുന്നു. ഈ സൽക്കാരത്തിൽ പങ്കെടുത്ത കൂടുതൽ പേർക്കാണ് ഈ മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ളത്. ഈ കുട്ടി വിവാഹത്തിൽ പങ്കെടുത്തതല്ല, പക്ഷേ ഈ കുട്ടിയുമായി അല്ലെങ്കിൽ അയൽവാസികളും സമീപത്തുള്ളവർ തന്നെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുന്നേ മലപ്പുറത്തിന്റെ മലയോര മേഖലയായിട്ടുള്ള ഈ വഴിക്കടവ്, നിലമ്പൂർ, പോത്തുകൽ മേഖലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായിരുന്നു. ഇവിടങ്ങളിലൊക്കെ തന്നെ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ആരോഗ്യവകുപ്പ് ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഗോപി, ശരി. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.